ഇനി പ്രക്ഷോഭ സമരങ്ങളുടെ അവസ്ഥ നോക്കൂ. അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണ്? സമാധാനപരമായ പ്രക്ഷോഭ സമരങ്ങൾ, അങ്ങനെ ഇവിടെ തുടങ്ങാം. സമാധാനപരമായ പ്രക്ഷോഭ സമരങ്ങൾ അത് അനുവദനീയമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ തുടങ്ങാം. പക്ഷേ അത് നമുക്ക് അനുഭവമാണ്, നമ്മളെല്ലാം സാക്ഷിയാണ്. ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തി തീർത്തത്. സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത നിരപരാധികൾക്ക് ഭൗതിക നാശനഷ്ടങ്ങളും ജീവഹാനിയും മാത്രമാണ് വരുത്തിയത്. നിരവധി പേർ അനാഥരായി, വിധവകളായി, തലമുറകളായി അഭയാർത്ഥി ക്യാമ്പുകളും സൃഷ്ടിക്കപ്പെട്ടു. ഒരു നിരപരാധി വധിക്കപ്പെട്ടാൽ അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ജനാധിപത്യ രാജ്യത്ത് പ്രക്ഷോഭ സമരങ്ങൾ അനുവദനീയമാണ് എന്നാണെങ്കിൽ ജനാധിപത്യം വന്നാൽ അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിക്കാമോ? നഊദുബില്ല. കാരണം പ്രക്ഷോഭ സമരങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. ഇന്ത്യൻ സാഹചര്യം കൂടുതൽ സാദൃശ്യം മക്ക കാലഘട്ടത്തോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തോടാണ്. മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സമരം ചെയ്യാതെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ക്ഷമിക്കുകയാണ് ചെയ്തത്. അവർ ആ ശത്രുക്കൾക്കെതിരെ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാം ബനി ഇസ്രായേൽ ചെയ്തതുപോലെ തന്നെ അവർ സമരം നടത്തിയിട്ടില്ല, ക്ഷമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങൾ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയ ബിദ്അത്താണ്. എല്ലാ ബിദ്അത്തുകളും നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു സമരം അക്രമാസക്തമായപ്പോൾ, ചേരിചേരാ സംഭവം, ഗാന്ധിജി അത് ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു. സമരം വേണ്ടാന്ന് തീരുമാനിച്ചു. ഒരു അമുസ്ലിമായ, ഖുർആനും ഹദീസും അറിയാത്ത ഗാന്ധിജിക്ക് പോലും സമരങ്ങളുടെ ദോഷങ്ങൾ ബോധ്യമായിട്ടും നമുക്ക് മനസ്സിലായില്ല എന്നത് ആശ്ചര്യകരമാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം, ഈ സമരങ്ങളിൽ പുറമേ നിന്നുള്ള ഇടപെടലുകളുണ്ട്. അതിന് പുറമെ ഈ ബിദ്അത്തിന് ഇതൊന്നും ബിദ്അത്താണ്. അതിന് പുറമെ ഹറാമുകളുണ്ട്. സ്ത്രീകളും പുരുഷനും ഇടകലരുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ പുറമേ നിന്ന് ഇടപെടുമ്പോൾ അക്രമാസക്തമാകുന്നു. അപ്പൊ സമാധാനപരമായ പ്രക്ഷോഭ സമരങ്ങളുടെ അവസ്ഥ, അതിന് ഭവിഷ്യത്തുകൾ, അതിന് ദോഷമുണ്ട്. അതുകൊണ്ട് അത് അല്ലാഹു റസൂലും പഠിപ്പിക്കാത്തതുമാണ്. അത് ബിദ്അത്താണ്. അതിൽ ഹറാമുകളുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അടിമകളാക്കപ്പെട്ട ഇസ്രായേൽ സന്തതികളെ, അഥവാ ഈജിപ്തിലെ അന്നത്തെ പൊതുജനം, മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ മർദ്ദക ഭരണത്തിനെതിരെ തിരിക്കുകയോ വിപ്ലവം നടത്തുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഇസ്രായേൽ സന്തതികളെയും കൂട്ടി ഫലസ്തീനിലേക്ക് പലായനം ചെയ്തുകൊണ്ടാണ് അവരെ മോചിപ്പിച്ചത്. അള്ളാഹു മൂസയോടും ഹാറൂനോടും അലൈഹിസ്സലാം ഫിർഔനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു: അൻ അർസിൽ മഅനാ ബനി ഇസ്രായേല, ഇസ്രായേൽ സന്തതികളെ ഞങ്ങളുടെ കൂടെ നീ വിട്ടയച്ചു തരണമേ എന്ന് ഫിർഔനോട് പറയുക. ഇത് അള്ളാഹു പറഞ്ഞതാണ്. ഇത് അധ്യായം 26 വചനാണ്. ഇതിന്റെ തഫ്സീറിൽ അൽ ബഗാവി പറയുന്നു: അൻ അർസല ഐ ബി അന്ന അർസല മഅനാ ബനി ഇസ്രായേൽ ഇലാ ഫലസ്തീൻ വലാ തസ്തഅബ്ദഹു വകാന ഫിർഔന യസ്തഅബ്ദഹു 400 സന. നീ വിട്ടയക്കുക, ഫിർഔനോട് പറയാണ്. അതായത് അതിനർത്ഥം ഇസ്രായേൽ സന്തതികളെ തങ്ങളോടൊപ്പം, മൂസായോടും ഹാറൂൻ അലൈഹിസ്സലാമോടൊപ്പം ഫിർഔനോട് വിട്ടയക്കാൻ പറയാണ്. ഫലസ്തീനിലേക്ക് വിട്ടയക്കണമെന്നും അവരെ അടിമകളാക്കി വെക്കരുതെന്നും ഫിർഔനോട് ആവശ്യപ്പെടാൻ അല്ലാഹു കൽപ്പിച്ചു. ഫിർഔൻ അവരെ 400 വർഷം അടിമകളാക്കിയിരുന്നു. അപ്പൊ ഇത് തഫ്സീറുൽ ബഗാവി പറഞ്ഞതാണ്. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോട് തനിച്ചായിരുന്നു സംസാരിച്ചത്, പരസ്യമായിട്ടല്ല. ബനു ഇസ്രായേലിനെ ഫിർഔനെതിരെ തിരിച്ചിട്ടില്ല, പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോൾ ഭരണാധികാരിക്കെതിരെ ഒരു പ്രവാചകനും അലൈഹിസ്സലാം അവർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സമരം നടത്തിയിട്ടില്ല. അതിന് യാതൊരു തെളിവുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവർ യാതൊരു സമരങ്ങളും നടത്തിയിട്ടില്ല. അവർ ക്ഷമിക്കുകയാണ് ചെയ്തത്. ക്ഷമിച്ചപ്പോഴാണ് അവർക്കെല്ലാവർക്കും അള്ളാഹിന്റെ സഹായം ലഭിച്ചത്, അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചത്. ബാറക്കല്ലാഹു